ചിന്തകളും കൊണ്ടു നടക്കുന്ന ഒരു സമൂഹത്തിൻ്റെ സ്വപ്നം വളരെ മനോഹരമാണ്. പണ്ടൊരു കുട്ടിയുടെയും ഉസ്താദിൻ്റെയും കഥ, നബി തങ്ങളെ സ്വപ്നം കാണണമെന്ന് പറഞ്ഞൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുട്ടി എപ്പോഴും ഉസ്താദ് എനിക്ക് റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്താ മോനെ, നീ എൻ്റെ വീട്ടിൽ ഒരു ദിവസം വാ, ഒരു ദിവസം എൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണം, രാത്രി ഭക്ഷണം എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കണം. അപ്പോൾ കുട്ടി ഒരു ദിവസമൊക്കെ ഒത്തു. അങ്ങനെ ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ചെന്നു. നല്ല ഉപ്പുള്ള ഭക്ഷണം കൊടുത്തത് കുട്ടിക്ക്. കുട്ടി കുറേ കാലമായിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെ തിരിഞ്ഞു മറിഞ്ഞിട്ട് കാണുന്നില്ലല്ലോ, നബി തങ്ങളെ കാണുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുട്ടി ചോദിച്ചു, ഉസ്താദേ വെള്ളം തരൂല, ഉപ്പുള്ള ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം തരൂല എന്ന് പറഞ്ഞു. പിന്നെ കുട്ടിക്ക് തന്നെ ഗുരുനാഥനോട് അങ്ങനെ ചോദിക്കാനും വയ്യല്ലോ. ഉപ്പുള്ള ഭക്ഷണം കുറച്ച് കൂടുതൽ ഉപ്പുണ്ടായിരുന്നത് മനഃപൂർവ്വം അദ്ദേഹം ചെയ്തതാണ്. ആ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിക്കാതെ ആദാബ് നൗമൊക്കെ പാലിച്ച് കുട്ടിയോട് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞു. രാവിലെ തരാൻ വെള്ളം, രാത്രി കുടിക്കേണ്ടെന്ന് പറഞ്ഞു. സുബഹി നിസ്കാരത്തിന് എഴുന്നേറ്റപ്പോഴേ കുട്ടിയോട് ചോദിച്ചു, മോനെ എന്താ സ്വപ്നം കണ്ടതെന്ന് ചോദിച്ചു. ഞാൻ കണ്ടത് കുറേ വെള്ളച്ചാട്ടം, കടൽ, തടാകം, നല്ല മഴ പെയ്യുന്നത്. അപ്പം എന്താ സംഗതി? ദാഹിച്ചിട്ടാണ് കുട്ടി കിടക്കുന്നത്. മോനെ, നീ ദാഹിച്ചുകൊണ്ട് കിടന്നത് കൊണ്ട് വെള്ളമാണ് സ്വപ്നം കണ്ടത്. ദാഹിക്കുന്നതിന് വെള്ളം വേണ്ടത്. പുണ്യനിബിതങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ദാഹം നിന്റെ കൽബിൽ വന്നു കഴിഞ്ഞാൽ നീ നിബിതങ്ങളെ കണ്ടിരിക്കും. അതിൻ്റെ വഴി അതേ ഉള്ളൂ. ദാഹിക്കുമ്പോൾ വെള്ളം സ്വപ്നം കാണുന്ന പോലെ പുണ്യനബിയോടുള്ള ദാഹമുണ്ടെങ്കിൽ ഹബീബിനെ കണ്ടിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വപ്നങ്ങളിൽ ഏറ്റവും മനോഹരമായത് അതാണ്. ഹബീബായ നബിതങ്ങളെ കാണുന്ന സൗഭാഗ്യം, മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി ഫഇന്നഹു ലാ യതമസ്സലു ബിയ ശൈത്വാൻ. എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ അവർ എന്നെ തന്നെയാണ് കാണുന്നത്, എൻ്റെ രൂപത്തിൽ പിശാചിന് വരാൻ കഴിയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ താബിഈങ്ങൾ ചോദിക്കുമായിരുന്നുവല്ലോ, തൂബാ ലിഐനൈനി റഅതാ റസൂലല്ലാഹ്. അബൂദർദായെ, ഷാമിൽ നിൽക്കുന്ന അബൂദർദാ തങ്ങളോട്, നിങ്ങളുടെ കണ്ണുകളുടെ ഒരു ഭാഗ്യമേ, ഈ കണ്ണുകളെ കൊണ്ട് ഹബീബിനെ കണ്ടിട്ടുണ്ടല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനവറുകളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചുകൊണ്ട് പറയും, ഇത് ഹബീബിനെ കണ്ട മുഖമാണ്. സ്വഹാബികൾ ഒട്ടുമിക്ക ആളുകളും വഫാത്തായി കഴിഞ്ഞിട്ടുണ്ട്. സ്വഹാബികളിൽ അവസാന കാലങ്ങളിൽ വഫാത്തായവരാണ് അനസ് ബിൻ മാലിക് എന്നവര്, സൽമാനുൽ ഫാരിസി തങ്ങള്, അബൂദർദാ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവര്. ഇവരൊക്കെ കാണുമ്പോൾ കൗതുകമാണ് താബിഈങ്ങൾക്ക്, പിൻഗാമികൾക്ക്. ആ കണ്ണുകളുടെ ഒരു ഭാഗ്യമേ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റിയില്ല. ഖൽബിന്റെ കണ്ണുകൊണ്ട്, റൂഹിന്റെ കണ്ണുകൊണ്ട് ഹബീബിനെ സ്വപ്നങ്ങളിൽ കാണണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മിനൽ മുബശ്ശിറാത്ത്, അത് അല്ലാഹു നൽകുന്ന സൗഭാഗ്യങ്ങളിൽ പെട്ടതാണ്. പുണ്യനിബിതങ്ങൾ സ്വഹാബികളോട് ചോദിക്കുന്നു, അവരെന്താണ് ചിന്തിക്കുന്നത് എന്ന് തങ്ങൾക്കറിയാം. എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആലോചിക്കുന്നത്, അതാണ് സ്വപ്നമായി വരുന്നത്. സ്വപ്നലോകത്തെക്കുറിച്ച് ഫ്രോയിഡിനെ പോലെയുള്ള സൈക്കോളജിസ്റ്റുകൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട്. അവർക്ക് സ്വപ്നങ്ങളെക്കുറിച്ച് ധാരണകളേ ഉള്ളൂ. സൈക്കോളജിയിൽ വലിയൊരു ഭാഗം ഫ്രോയിഡിൻ്റെ കുറേ ചർച്ചകൾ കാണാം. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ, ഒരു കാര്യമില്ല. കാരണം ഇത് ആത്മാവിൻ്റെ വ്യവഹാരമാണ്. ആത്മാവാണെങ്കിലോ ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, ആത്മാവ് എൻ്റെ റബ്ബിൻ്റെ സവിശേഷമായ സൃഷ്ടിയാണ്. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ, വളരെ കുറച്ചു മാത്രമേ അറിവ് നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ. ആ നൽകപ്പെട്ടത് മുഅ്മിനീങ്ങൾക്ക്. ആ നൽകപ്പെട്ടതിൽ ഏറ്റവും കുറവാണ് റൂഹിനെ കുറിച്ചുള്ള അറിവ്. റൂഹിന്റെ വ്യവഹാരമാണ് സ്വപ്നം. അതുകൊണ്ട് സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞു തരാൻ ഏറ്റവും അധികാരമുള്ളത് ആത്മീയ ലോകവുമായി ബന്ധമുള്ള മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ദീനിന്റെ ചിന്തകളിൽ കഴിയുന്ന സ്വഹാബികളാണ് അവിടുത്തെ അനുയായികളെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നബി തങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും എന്ന സ്വപ്നം കണ്ടിട്ടുണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, കുൻതു അനാം വഅനാ തമന്നാ അൻ അറാ റുയാ, ഞാൻ ഹബീബിന്റെ പള്ളിയിൽ, മദീനയിലെ പള്ളിയിലാണെന്ന് ഉറങ്ങാറുള്ളത്. ഒരു സ്വപ്നം കാണാൻ വല്ലാതെ കൊതിക്കുമായിരുന്നു, പക്ഷെ കാണുന്നില്ല.
സ്വപ്നം കാണുന്നില്ല. ഇപ്പം മൂന്നാക്കലിപ്പോൾ ഒരാളും കൈപൊക്കിയിട്ടില്ല. ആരെങ്കിലും ഉണ്ടോ ഇന്നലെ സ്വപ്നം കണ്ടവർ? നല്ലതോ ചീത്ത എന്തോ ആയിക്കോട്ടെ, ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈപൊക്കിയാട്ടെ. ഒരാളുണ്ട്, മാഷ്. രണ്ടാളുണ്ട്. കുട്ടി കണ്ടിട്ടുണ്ട് ബാക്കിൽ. മാഷാ. ചിലതിനർത്ഥമുണ്ട്, ഏതിനൊക്കെ അർത്ഥം ഉണ്ടാവും, ഏതിനർത്ഥമില്ല, ഏതാണ് നല്ല സ്വപ്നം, ഏതാണ് ചീത്ത, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ് അവസരം വരികയാണ്. അങ്ങനെ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ, എന്നിൽ എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ ഇൻ യകുൻ ഫിയ ഖൈർ ഫഅരിനിൽ ലൈലത റുഅ്യാ, ഇന്നത്തെ രാത്രി തന്നെ റബ്ബേ നീ എനിക്കൊരു സ്വപ്നം കാണിച്ചു തരണം. എന്തെങ്കിലും ഒരു നന്മ എന്നിൽ ബാക്കിയുണ്ടെങ്കിൽ. ധാരാ പറഞ്ഞെന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. റളിയല്ലാഹു അൻഹു എന്നൊക്കെ പറയണില്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ പറയണില്ലേ? പറഞ്ഞുകൊണ്ടേയിരിക്കണേ, അല്ലെങ്കിൽ പിഷ്കന്മാരാവുന്ന. നമുക്ക് 2 വീടിൻ്റെ പണി തീർക്കണം. ഒരു വീടിന് 12 ലക്ഷത്തോളം വരുന്നുണ്ട്. 2 വീടും പിന്നെ 1-2 പണി പൂർത്തിയാക്കേണ്ട ചില കാര്യങ്ങളും കൂടെ പറഞ്ഞു. പിന്നെ രോഗികളെ സഹായിക്കണം. നമ്മുടെ ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ വലിയ വലിയ ലക്ഷ്യങ്ങൾ ബഷീർ ഫൈസി ഉസ്താദ് അവരോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംഘാടകർ സമീപിക്കുമ്പോഴേ അകമഴിഞ്ഞ് സഹായിക്കണം. നാളെ കബീർ ബാക്കവി ഉസ്താദാണ് വരുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ കയ്യിലോ ഇന്നിവിടെയോ ഇനി അത് കഴിഞ്ഞിട്ടോ എപ്പോഴാണെങ്കിലും നമ്മുടെ ഈ നല്ലൊരു ലക്ഷ്യം പൂർത്തിയാക്കണം. അതിൻ്റെ പകരം അള്ളാഹുവിൻ്റെ സ്വർഗ്ഗലോകത്തൊരു ഭവനം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു വീട് മുഴുവൻ നമ്മൾ എടുത്തു കൊടുക്കില്ല, അതിൽ കുറച്ച് ഷെയറേ ചെയ്യുള്ളൂ. ഷെയർ കൂടുമ്പോൾ നാട്ടിലാണെങ്കിൽ കൊടുത്തിൻ്റെ ലാഭമേ കിട്ടുള്ളൂ. നേരെ മറിച്ച് അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നത് മുഴുവനായിട്ട് കിട്ടും. അള്ളാഹു ദു ഫദ്ലിൻ അദീം, വലിയ ഔദാര്യവാനാണ്. 10% കൂറ്, അങ്ങനെ 100% കൊടുത്തേക്ക് എല്ലാവർക്കും അള്ളാഹു കൊടുക്കും. അതേപോലെ അതാണ് റബ്ബ് തആലയുടെ ഇടപാട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സംരംഭത്തോട് നിങ്ങൾ സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയതാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നൊരു രാത്രി സ്വപ്നം കണ്ടു. അവരുടെ പെങ്ങളാണ് ഹഫ്സ ബീവി, ഹബീബായ നബിയുടെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ്, ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ ബിൻത് ഉമർ. ഉമർ എന്നവരുടെ മകൾ ഹഫ്സ ബീവി നബി തങ്ങളുടെ ഭാര്യയാണ്. സിദ്ദീഖ് എന്നവരുടെ മകൾ ആയിഷ ബീവി നബി തങ്ങളുടെ ഭാര്യയാണ്. അതാണ് അത്ഭുതം. സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും നബി തങ്ങളുടെ പുതിയാപ്പിളമാരാണ്. ഉസ്മാൻ എന്നവരും അലിയാർ തങ്ങളും നബി തങ്ങളുടെ പുതിയാപ്പിളമാർ. ഉമർ എന്നവരും അബൂബക്കർ സിദ്ദീഖ് എന്നവരും നബി തങ്ങളുടെ അമ്മോശന്മാരാണ്. നബി തങ്ങളുടെ അമ്മോശൻ കൂടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മകളെ കല്യാണം കഴിച്ചു. ഉമർ എന്നവരും കൂട്ടുകാരനാണ്, അമ്മോശനാണ്. നബി തങ്ങളുടെ പുതിയാപ്പിളയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്നവർ. അലിയാർ തങ്ങളും പുതിയാപ്പിളയാണ്. റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وبن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സ്വന്തം പെങ്ങൾ ഹബീബിന്റെ ഭാര്യയാണ് ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ. നബിയെ റാജി ഹഫ്സ ഫഇന്നഹാ സവാമത്തുൻ ഖവാമ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള നബി തങ്ങളുടെ ഭാര്യമാർക്ക് നബി തങ്ങൾക്ക് ചെലവിന് കൊടുക്കാൻ പ്രയാസമായ ഒരു രംഗത്ത് അവരെ തൊലാഖ് ചൊല്ലാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നവർക്ക് വേറെ ആരുടെയെങ്കിലും കൂടെ പോയി ജീവിക്കണമെങ്കിൽ ജീവിക്കാമെന്ന് ഹബീബായ തങ്ങൾ ചോയ്സ് കൊടുത്തു. നബിയെ ഹഫ്സ ബീവിയെ തൊലാഖ് ചൊല്ലരുതേ, റാജി ഹഫ്സ ഫഇന്നഹാ സവാമത്തുൻ ഖവാമ. ചെറുപ്പക്കാരിയായ അതിസുന്ദരിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് കിടപിടിക്കാൻ പോകുന്ന മോളാണ് ഹഫ്സ ബീവി എന്ന് റളിയല്ലാഹു അൻഹ. ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയെ ഹഫ്സ ബീവിയെ അങ്ങ് തിരിച്ചെടുക്കണം, അങ്ങയുടെ കൂടെ തന്നെ കൂട്ടണം. ഫഇന്നഹാ സവാമത്തുൻ ഖവാമ. ഒരുപാട് സുന്നത്ത് നോമ്പെടുക്കുന്ന, ഒരുപാട് സുന്നത്ത് നിസ്കരിക്കുന്ന മോളാണ് നബിയെ ഹഫ്സ ബീവി. ഇബാദത്തുള്ള മോളാണ് എന്ന് അല്ലാഹു സാക്ഷ്യപ്പെടുത്തിയ മോളാണ് ഹഫ്സ റളിയല്ലാഹു അൻഹ. സ്വപ്നം കാണുന്നത് അവരുടെ സഹോദരൻ ഉമർ എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ മുത്തബിഉസ് സുന്ന എന്നറിയപ്പെടുന്ന മക്കയിലെ ഹയ്യുശ് ശുഹദായിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സിയാറത്ത് ചെയ്യാൻ പറ്റുമെന്ന് മക്കയിൽ ചെന്നാൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ ഹയ്യുശ് ശുഹദായിൽ ഉണ്ടവരുടെ ഖബർ റളിയല്ലാഹു അൻഹുമാ ഹബീബിന്റെ സുന്നത്തുകൾ അങ്ങനെ പിൻപറ്റിയ സ്വഹാബി. സ്വപ്നം കാണുന്നത് 2 പേർ മഹാനവരുടെ കൈപിടിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നു. ഖിയാമത്ത് നാൾ നടന്നിരിക്കുകയാണ്.
ജാഅഹു റജുലാനി ഫഅഖദാ ബിയദൈഹി, രണ്ടുപേരും കൈപിടിച്ചു കൊണ്ടുപോയിട്ട് ഫവഖഫാ ബിഹി അലന്നാർ, നരകത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിക്കൊടുത്തു. വഇദാ ബിഹാ റിജാലുൻ ഖദ് അറഫ്തുഹും, മക്കയിൽ എനിക്ക് കണ്ട് പരിചയമുള്ള ആളുകൾ ആ നരകത്തിലുള്ളത് ഞാൻ കണ്ടു എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ. വഹിയ മത്വിയത്തുൻ കത്വയിൽ ബിർ വബിഹാ വലഹാ ഖർനാൻ, മൂടിവെച്ച കിണർ പോലെ നരകത്തിന്റെ ചുട്ടുപഴുത്ത ആ ഒരു തീയിന്റെ മുകളിൽ ഒരു മൂടിയുണ്ട്. അതിന് രണ്ട് പിശാചിന്റെ കൊമ്പ് പോലത്തെ രണ്ട് കൊമ്പുകളും ആ കിണറിനുള്ളത് പോലെ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ കണ്ടപ്പോൾ പറഞ്ഞു, അഊദു ബില്ലാഹി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കണമേ, റബ്ബേ നരകത്തിൽ നിന്ന് കാക്കണേ. اللهم اعذنا ووالدينا ومشايخنا وذوينا ولمن له حق وفضل علينا منا من النار وحمومها وسمومها وادخلنا الجنة يا رب العالمين. മഹാന്മാരായ അള്ളാഹുവിന്റെ രണ്ട് മലക്കുകളെ കൈപിടിച്ചു കൊണ്ടുപോകുന്ന രംഗമാണ് കാണുന്നത്. നരകത്തിന്റെ മുമ്പിലെത്തുമ്പോൾ അള്ളാഹുവേ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ ദുആ ചെയ്തു. മലക്കുകൾ പറഞ്ഞു, രണ്ടുപേരും ലൻ തുറ, നിങ്ങൾ പേടിക്കണ്ട. എന്നിട്ട് മഹാനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ആ സ്വർഗത്തിൽ നിന്ന് ഒരു ഹരീറിന്റെ കഷ്ണം, ഒരു സിൽക്കിന്റെ കഷ്ണം, ഒരു പട്ടിന്റെ കഷ്ണം കൊടുത്തു മഹാനവറുകളുടെ കയ്യിൽ. സ്വർഗത്തിന്റെ പട്ട്, സ്വർഗത്തിന്റെ പട്ട്. സ്വർഗത്തിൽ എവിടെയെല്ലാം പാറിക്കളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ആ പട്ടിന്റെ കഷ്ണം കയ്യിൽ പിടിച്ചാൽ സ്വർഗത്തിൽ അവർക്ക് പാറിക്കളിക്കാൻ കഴിയുന്നു. അതാണ് സ്വപ്നം. നരകവും കണ്ടു, സ്വർഗവും കണ്ടു. എന്നിട്ട് എഴുന്നേറ്റിരിക്കുകയാണ്, ഉണർന്നു. സ്വന്തം പെങ്ങളായ ഹഫ്സ ബീവിയോട് പറഞ്ഞു, പെങ്ങളെ ഞാനൊരു സ്വപ്നം ഇന്നലെ കണ്ടു, ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയതാണ്. റബ്ബേ ഇയകും ഫീ ഖൈറുൻ ഫഅരിനിൽ ലൈലത റുയാ, എന്നിൽ എന്തെങ്കിലും ഒരു നന്മ ബാക്കിയുണ്ടെങ്കിൽ. സ്വഹാബിമാർ നബി തങ്ങളോട് സുബഹി നിസ്കാരം കഴിഞ്ഞ് നബി ഹബീബായ തങ്ങൾ ചോദിക്കുന്നു, ആരെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വിവരണങ്ങൾ പറയുമ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടാറില്ല. റബ്ബേ ഇന്നത്തെ രാത്രിയിൽ ഒരു സ്വപ്നം എനിക്ക് കാണിക്കണേ എന്ന് റബ്ബിനോട് ചോദിച്ചു വാങ്ങിയ ഒരു സ്വപ്നമാണിത്. ഹഫ്സ ബീവി പുണ്യ നബിയോട് പറയണേ, എൻ്റെ സ്വപ്നം എന്താണ്, അതിൻ്റെ വ്യാഖ്യാനമെന്ന് ചോദിക്കണമേ. നിഅമർ റജുലു അബ്ദുല്ലാഹി ഇബ്നു ഉമർ ലൗ കാന യഖൂമു മിനൽ ലൈൽ. ഹബീബിന്റെ മറുപടി അതാണ്. നിഅമർ റജുലു അബ്ദുല്ലാഹി ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എത്ര നല്ല മോനാണ്, എത്ര നല്ല ചെറുപ്പക്കാരനാണ്. ഒറ്റ കാര്യം കൂടെ ഫിക്സ് ചെയ്യാനുണ്ട്. ലൗ കാന യഖൂമു മിനൽ ലൈൽ, സുബഹി ബാങ്കിന്റെ ഒരല്പം മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്തെങ്കിലും ആ ചെറുപ്പക്കാരൻ നിസ്കരിക്കുകയായിരുന്നുവെങ്കിൽ ആള് വളരെ നല്ല ആളാണ്. ആ നരകം കാണാൻ പോയില്ലേ, അതുപോലും ഉണ്ടാവില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനോട് പറയണേ തഹജ്ജുദ് നിസ്കരിക്കണമെന്ന്, ഖിയാമുൽ ലൈൽ വേണമെന്ന് പറയണം. ലൗ കാന യുസല്ലി ബില്ലൈൽ, ആ ഒരു വാക്ക് പുണ്യ നബിയുടെ പരിശുദ്ധമായ ചുണ്ടുകളിൽ നിന്ന് വന്നതിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാന കസീറസ് സ്വലാഹ് കാന ലാ യനാമു മിനൽ ലൈലി ഇല്ലാ ഖലീലാ, കുറച്ച് മാത്രമേ രാത്രി ഉറങ്ങുമായിരുന്നുള്ളൂ, ഒരുപാട് നിസ്കരിക്കുന്നവരായിരുന്നു അവര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി കണ്ട ഒരു സ്വപ്നത്തിലൂടെ ഒരു മസ്അല നമുക്ക് പറയാൻ, നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അതൊരു മുബശ്ശിറാണ്. രാത്രിയുടെ ശാന്തതയിൽ എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ, ഉറക്കത്തെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി എഴുന്നേൽക്കാൻ ഒരു തൗഫീഖ് ഉണ്ടാകുന്നത് അള്ളാഹു നൽകുന്ന വലിയൊരു സൗഭാഗ്യമാണ്. കളി വരുമ്പോൾ, ലോകകപ്പ് വരുമ്പോൾ, വിശേഷപ്പെട്ട ക്യാമ്പയിനുകൾ നടക്കുമ്പോൾ, ഏതെങ്കിലും വലിയ വലിയ കളികൾ നടക്കുമ്പോൾ നമ്മൾ ഉറക്കൊഴിക്കുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ? അള്ളാഹുവിന് വേണ്ടി ഇതിന് പകരം ചെയ്യണ്ടേ പടച്ചവനെ? ഏതൊരു ദിവസവും ആരംഭിക്കുന്നത് സുബഹി വാങ്ക് വിളിക്കുന്നതിൻ്റെ ഒരു 20 മിനിറ്റ് മുമ്പ്. ഒന്ന് ഒളുവെടുത്ത് 2 റക്അത്ത് 4 റക്അത്ത്, പിന്നെ ഒരു റക്അത്തോ 3 വിത്ർ കൂടെ നിസ്കരിച്ചാൽ ഇജഅലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്റാ, നിങ്ങളുടെ രാത്രിയിൽ അവസാനത്തെ നിസ്കാരം വിത്റാകണമേ എന്ന് നബി തങ്ങൾ പറയാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഔസാനി ഖലീലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഊതിറ ഖബ്ല അൻ അനാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാറുള്ളത്, എന്നോട് എൻ്റെ ഖലീലായ
എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ, നിങ്ങൾ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് വിത്ർ നിസ്കരിച്ചിട്ട് ഉറങ്ങുക. ഉമർ എന്നവർ പറഞ്ഞു, എന്നോട് പറഞ്ഞത്, ഉമറേ, സുബഹിന്റെ മുമ്പ് നിങ്ങൾ ഉറക്കത്തിന് എഴുന്നേറ്റിട്ട് വിത്ർ നിസ്കരിച്ചാൽ മതി. ഉമർ എന്നവരുടെ മനസ്സിന്റെ കരുത്ത് പോലെയല്ല മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു സുഖർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മനക്കരുത്ത്. അബൂ ഹുറൈറ തങ്ങളോട്, നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിച്ച് ഉറങ്ങിയാൽ മതി. ഉമറേ, നിങ്ങൾ എല്ലാ ഖിയാമുൽ ലൈലും കഴിഞ്ഞൊരു കിടത്തമുണ്ടെങ്കിൽ സുബഹിന്റെ മുമ്പ് എഴുന്നേൽക്കൂലേ, ആ സമയത്ത് വിത്ർ നിസ്കരിച്ചിട്ട് പിന്നെ സുബഹിയെ പ്രതീക്ഷിച്ചിരിക്കുക. ഏതായിരുന്നാലും നമ്മുടെ കൈകളിലേക്ക് ആകാശ ലോകത്തേക്ക് കൈപിടിക്കാനുള്ള കയറാണത്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ദഖൽതുൽ ജന്ന, സ്വപ്നം കണ്ടിട്ടുണ്ട് നമ്മുടെ ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് അതിലൂടെയൊക്കെ പാഠങ്ങൾ, നമുക്ക് ഒരുപാട് മസ്അലകൾ പറഞ്ഞു തന്നു. ഞാൻ സ്വർഗത്തിലേക്ക് കടന്നു. ഫവജത്തു ഫീഹാ ഖസ്റൻ മിൻ ദഹബിൻ, സ്വർണത്തിന്റെ മനോഹരമായ ഒരു കൊട്ടാരം ഞാൻ അതിൽ കണ്ടു. സ്വർഗത്തിന്റെ കൊട്ടാരം, സ്വഹീഹ് മുസ്ലിമിൽ ഹദീസാണ്. ഫഖ്തറബ്തു മിൻഹു, മനോഹരമായ ഒരു സ്വർണ്ണ കൊട്ടാരം ഞാൻ സ്വർഗത്തിൽ കണ്ടപ്പോൾ അതിന്റെ അരികത്തേക്ക് വന്നു. ഫവജത്തും റഅതൻ തതവല്ലഉ, അവിടെ ഒരു പെൺകുട്ടി വുദു എടുക്കുന്നത് ഞാൻ കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിച്ചു, ഇത് ആരുടേതാണ് ഈ കൊട്ടാരം? ഖാലൂ, മലാഖമാർ എന്നോട് പറഞ്ഞു, ലി ഉമർ ഇബ്നുൽ ഖത്താബ്, ഇത് ഉമർ എന്നവർക്കുള്ള കൊട്ടാരമാണ് നബിയേ. ഞാൻ ആ കൊട്ടാരത്തിന്റെ ഉള്ളിലേക്കൊന്ന് പോകണമെന്ന് ആഗ്രഹിച്ചു. ഉമറേ, ഉമറേ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ വീട്ടുകാരായ പെണ്ണുങ്ങളെ മറ്റൊരാൾ കാണുന്നതോ നോക്കുന്നതോ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ ഉമറേ. ആ ഒരു നിങ്ങളുടെ ഗീറത്ത് എന്ന സ്വഭാവം എനിക്ക് ഓർമ്മ വന്നപ്പോൾ അവിടെ വുദു എടുക്കുകയായിരുന്ന സ്വർഗീയ ഹൂറിയായ പെൺകുട്ടി നിങ്ങളുടേതാണ് എന്നറിയുകയും ചെയ്തപ്പോൾ ഉമറേ, നിങ്ങളുടെ ആ ഒരു ഈർഷ്യത എനിക്ക് ഓർമ്മ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാതെ തിരിച്ചു പോന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ സംഭവം ഇങ്ങനെ കേൾക്കുകയാണ്. മഹാൻ പറയുന്നു, ഫബകാ ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ എന്നവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നബിയോട് പറയുകയാണ്, അവഅലൈക ആറു യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഞാൻ അങ്ങയോട് ദേഷ്യപ്പെടുമോ നബിയേ? അങ്ങന്റെ കുടുംബമല്ലയോ? എൻ്റെ കുടുംബം അങ്ങയുടേതാണ്. പുണ്യ നബിയേ, എനിക്ക് അല്ലാഹു ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിലെ ആ ഒരു വീട് അങ്ങേക്കൊന്ന് കണ്ടുകൂടായിരുന്നോ നബിയേ? എന്തിനാണ് കയറാതെ ഇറങ്ങിപ്പോന്നത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബിനോട് പറഞ്ഞു അത്രേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഗീറത്ത് എന്ന സ്വഭാവം മനസ്സിലാക്കാനുള്ളതാണ്. സ്വന്തം നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾ പ്രായപൂർത്തിയെത്തിയാൽ പ്രത്യേകിച്ചും അവരുടെ വേഷവിധാനങ്ങളിൽ അച്ചടക്കം വേണമെന്നും അന്യ സ്ത്രീ പുരുഷന്മാർ ഇടപഴകുന്ന ഇടങ്ങളിലേക്കുള്ള പ്രവേശനങ്ങൾ നിയന്ത്രിക്കണമെന്നും അത്യാവശ്യങ്ങൾക്കല്ലാതെ അവർ പുറത്തിറങ്ങരുത് എന്നും പറയുന്ന ശരീഅത്തിന്റെ നിയമങ്ങൾ ഇനിയൊരു കാലം വന്നാൽ വിചിത്രമായ ആളുകൾ ചോദിക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. അങ്ങനത്തെ കാലത്തിലേക്ക് നീങ്ങുകയാണ്. പുണ്യനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജനാസ മറവ് ചെയ്ത് വീട്ടിലേക്ക് വരുമ്പോ ആ വീട്ടുകാർ ഹബീബിന്റെ വീട്ടുകാർക്ക് പരിചയമുള്ളവരാണ്. പുണ്യനബി തങ്ങൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഈ ജനാസയിൽ സംബന്ധിച്ച് ആ വീട്ടുകാരെ ചെന്ന് കണ്ട് ആശ്വസിപ്പിച്ച് ഫാത്തിമ ബീവിയും വരുന്നുണ്ട് റളിയല്ലാഹു അൻഹ. ബീവി വീട്ടിലേക്ക് കയറുന്നതിന് നബി തങ്ങൾ കാണുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹായ ഹദീസിൽ വന്ന സംഭവമാണ്. തങ്ങൾ ചോദിച്ചു, ഫാത്തിമ ഐന കുൻതി, നിങ്ങൾ എവിടെയായിരുന്നു ഫാത്തിമ എന്ന് സ്വന്തം മോളോട് അഷ്റഫുൽ ഖൽഖ് ചോദിച്ചു. ആരാണിതെന്നറിയുമോ? സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലേക്ക് വരുന്ന മഹദിമാർ അവരെത്ര സൗഭാഗ്യം ചെയ്തവരായിരിക്കും. ആ മഹദിമാരുടെ നേതാവാണ് ഫാത്തിമത്തു സഹ്റാ, സയ്യിദത്തു നിസാഇൽ ആലം. ലോകത്തെ എല്ലാ പെണ്ണുങ്ങളെക്കാളും മഹത്വമുള്ളവർ 4 പേരെന്ന് നബി തങ്ങൾ പറഞ്ഞതിൽ ഖദീജ ബീവിയുണ്ട്, ഫാത്തിമ ബീവിയുണ്ട്, ആസിയ ബീവിയുണ്ട് റളിയല്ലാഹു അൻഹാ. അതുപോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരെടുത്തു പറഞ്ഞ മഹദിമാർ 4 പേരുണ്ട്. മറിയം ബിൻതു ഇമ്രാൻ എന്നവരുടെ മകൾ മറിയം റളിയല്ലാഹു അൻഹാ, ആസിയ റളിയല്ലാഹു അൻഹാ, ഫാത്തിമ റളിയല്ലാഹു അൻഹാ, ഖദീജ റളിയല്ലാഹു അൻഹാ.
ഇവർ ഈ ഉമ്മത്തികളുടെ മഹദിമാരുടെ നേതാക്കന്മാരാണ്. അലിയാരുടെ ഭാര്യയാണത് റളിയല്ലാഹു അൻഹുവിന്റെ പുണ്യനബിയുടെ കരളിന്റെ കഷ്ണങ്ങളായ 2 മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ സിബ്താ റസൂലില്ലാഹ്. അവരുടെ ഉമ്മയാണ്, എൻ്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ എന്ന് പുണ്യനബി പറയുന്ന ആ മോളോട് നബി തങ്ങൾ ചോദിച്ചു എന്ന് പറയുമ്പോൾ, രക്ഷിതാക്കളെ നമ്മുടെ മക്കള് കോളേജിലോ പുറത്തോ എവിടെയെങ്കിലും പോയി വരുമ്പോൾ പോകാൻ ചോദിക്കുമ്പോൾ എവിടെയായിരുന്നു എന്ന ഒരു ചോദ്യമെങ്കിലും നമ്മുടെ മക്കളുടെ വിഷയങ്ങളിൽ ഒരൽപ്പം ശുഷ്കാന്തി വേണമെന്ന് നബി തങ്ങൾ ചോദിച്ച് പഠിപ്പിക്കുകയാണ് നമ്മളെ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ അങ്ങ് സംബന്ധിച്ച ജനാസയിൽ കൂടാൻ ആ വീട്ടുകാർക്ക് അവിടെ മരണപ്പെട്ടു പോയ ആ വീട്ടുകാരന്റെ വേദനയിൽ സങ്കടപ്പെടുന്ന വീട്ടുകാരെ ആശ്വസിപ്പിക്കാൻ പോയതായിരുന്നു നബിയേ. നബി ഞങ്ങൾ ചോദിച്ചു, ഫാത്തിമ നിങ്ങള് അൽ ഖുദ എന്ന് പറയുന്ന മദീനയിലെ ആ പ്രദേശം വരെ ജനാസയുടെ കൂടെ പോയിരുന്നോ എന്ന് ചോദിച്ചു. ആ വീട്ടുകാരുടെ കൂടെ അൽ ഖുദയിലേക്ക് നിങ്ങൾ പോയിരുന്നോ എന്ന് ചോദിച്ചു. ഫാത്തിമ പറഞ്ഞു, നബിയേ കൈഫ അദ്ഹബു വഖദ് സമിഅതുക തഖൂലു മാ തഖൂൽ. അങ്ങനെ പുരുഷന്മാർക്കിടയിലൂടെ നടക്കരുത് എന്ന് നബിയെ അങ്ങ് പഠിപ്പിച്ചു തന്നതിന് ശേഷം ഞാൻ എങ്ങനെയാണ് അൽ ഖുദ എന്ന് പറയുന്ന സ്ഥലം വരെ പോകുന്നത്? ഞാൻ പോയിട്ടില്ല നബിയെ, വീട് വരെ പോയി തിരിച്ചു വന്നതാണ്. നോക്കണം ഹബീബിന്റെ ചോദ്യം. എന്നിട്ട് ഹബീബായ ഞങ്ങൾ പറഞ്ഞു, മോളെ നിങ്ങളെങ്ങാനും അൽ ഖുദ വരെ പോയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ പരിമളം കിട്ടാതെ പോകുമായിരുന്നു ഫാത്തിമ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് നുബുവത്തിന്റെ കാലഘട്ടത്തിലാണ്. നുബുവത്തിന്റെ കാലഘട്ടം നിസ്സാരമായി കാണരുത്. നമ്മൾ കറങ്ങിത്തിരിഞ്ഞു വരുന്നു, അതിൽ എത്ര തവണ എത്രയായിരം തെറ്റുകളുടെ അവസരങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഒരു മുഅ്മിനായ ആണും ഒരു മുഅ്മിനത്തായ പെണ്ണും അതീവ ഗൗരവത്തിൽ ജീവിക്കേണ്ട കാലഘട്ടമാണ്. പുണ്യനബി ഫാത്തിമ ബിയോടായി ചോദിച്ചത്, നിങ്ങൾ അൽ ഖുദ വരെ പോയോ? ഷോപ്പിംഗ് മാളിന്റെ പേരല്ല നബി നിങ്ങൾ ചോദിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബീച്ചിന്റെ പേരല്ല നബി നിങ്ങൾ ചോദിക്കുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒറ്റയ്ക്ക് നിങ്ങൾ പോയോ ഫാത്തിമ? ഇല്ല നബിയെ, ഞാൻ പോയില്ല. അങ്ങ് പറയുന്നത് ഞാൻ പഠിച്ചവളാണ്, ഞാൻ എങ്ങനെ അത് ചെയ്യും നബിയെ? ഗീറത്താണത്, ഗീറത്ത്, അഭിമാനബോധം, മക്കളെക്കുറിച്ച് അഭിമാനബോധം. നിങ്ങളുടെ സ്വർണ്ണ കൊട്ടാരത്തിന്റെ മുമ്പിൽ വദു എടുക്കുന്ന ഒരു ഹൂറിയായ പെണ്ണിനെ ഞാൻ കണ്ടു. ഇത് ആരുടെ കൊട്ടാരമാണ്? ഉമറിന്റേതാണ് റളിയല്ലാഹു അൻഹു. ഫഅറത്തു അൻ അദ്ഖുല, അതിന്റെ അകത്തേക്കൊന്ന് കടന്നാലോ എന്ന് എനിക്ക് തോന്നി. പക്ഷേ സ്വന്തം വീട്ടുകാരെ ആർക്കും കാണിച്ചു കൊടുക്കാത്ത ഉമറേ, സ്വന്തം വീട്ടിലെ പെൺമക്കളെ കുറിച്ച് ആത്മാഭിമാന ബോധമുള്ള ഉമറേ, നിങ്ങളുടെ വീട്ടിലേക്ക് കടക്കാൻ എനിക്ക് തോന്നിയില്ല, ഞാൻ തിരിച്ചു പോന്നു. കരഞ്ഞുകൊണ്ടാണ് ഉമർ എന്നവർ അതിന് മറുപടിയായി പറയുന്നത്, അലൈക അഗാറു യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വപ്നത്തിന്റെ ചില അനുഭവങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം നിരപരാധിയായിരിക്കെ ജയിലിൽ കഴിഞ്ഞ ഈജിപ്തിലെ കാലഘട്ടം. നിരപരാധിയാണ്, പക്ഷേ ഹി വാസ് ജയിൽഡ്. എന്തിന്? തെറ്റ് ചെയ്യാതിരുന്നതിന്റെ പേരിൽ. സുലൈഖ ബീവി വിളിച്ച ഒരു തെറ്റിലേക്ക് യൂസുഫ് നബി ഞാൻ ഇല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ. നോക്കണം, തെറ്റ് ചെയ്തിട്ടല്ല ജയിലിൽ പോയത്, തെറ്റ് ചെയ്യാത്തതിന്റെ പേരിലാണ്. قال أحدهما إني أراني أعصر خمرا وقال الآخر إني أراني أحمل فوق رأسي خبزا تأكل الطير منه نبئنا بتأويله إنا نراك من المحسنين. ജയിലിൽ കിടക്കുമ്പോൾ കണ്ട സ്വപ്നമാണ്. അതിനെ സംബന്ധിച്ച് മഹാന്മാർ പറയുന്നു, നമ്മുടെ മനസ്സ് സങ്കുചിതമാകുമ്പോൾ സ്വപ്നങ്ങളിലേക്ക് നമ്മൾ ചേക്കേറി കയറിപ്പോകും. കാരണം ഒരു റൂമിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്, പുറം ലോകം കാണുന്നില്ല, പുറത്തേക്ക് പോകാനും പറ്റില്ല. കൊറോണ കാലത്തൊക്കെ ഒരുപാട് സ്വപ്നം നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാടുകളിലെ ബ്ലോക്കുകളും പഞ്ചായത്തിൻ്റെ മൂലകളും കൊച്ചു റോഡുകളും വഴികളും അടക്കം അടച്ചു വെച്ചൊരു സമയത്ത് ബൈക്കിൽ പോയാൽ അടി കിട്ടുന്നൊരു സമയം ഉണ്ടായിരുന്നു അല്ലേ? പോലീസുകാരടുത്ത് ഈ സമയത്ത് ഇറങ്ങാൻ പാടില്ലല്ലോ, എങ്ങോട്ടാ പോകും? നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര പെട്ടെന്നാണ് അള്ളാഹു കാര്യങ്ങളൊക്കെ മാറ്റിമറിച്ചത്. യാ അല്ലാഹ്. ബന്ധനസ്ഥരാകുമ്പോൾ നമ്മുടെ
നമ്മുടെ അബോധ മനസ്സിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ യാത്രകളും വ്യവഹാരങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് യൂസുഫ് നബിയോട് ജയിലിൽ കഴിയുന്ന 2 പേർ സ്വപ്നത്തിൻ്റെ കഥ പറഞ്ഞത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. എന്താ പറഞ്ഞത്? ഖാല അഹദുഹുമാ, യൂസുഫ് നബിയോട് ഒരാൾ വന്ന് പറയുന്നു, ഇന്നി അറാനി അഅ്സിറു ഖംറാ, മുന്തിരിയിൽ നിന്ന് മുന്തിരിച്ചാറെടുത്ത് മദ്യമാക്കി കൊടുക്കുന്നത്, അതിൻ്റെ ജ്യൂസ് എടുത്ത് കൊടുക്കുന്നത് ഞാൻ കാണുന്നു. وقال الآخر إني أراني أحمل فوق رأسي خبزا, ഞാൻ എൻ്റെ തലയിൽ ഒരു കൊട്ടയിൽ റൊട്ടി കഷ്ണങ്ങൾ ചുമന്നു കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. പക്ഷികൾ അതിൽ നിന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ തലയിൽ റൊട്ടിയുണ്ട്, ആ റൊട്ടിയിൽ നിന്ന് പക്ഷികൾ തിന്നുപോകുന്നു. വേറെ ആൾ പറഞ്ഞു ഞാൻ മുന്തിരിയിൽ നിന്ന് ജ്യൂസ് എടുക്കുന്നു. ഇതാ കാണുന്നത്. നബ്ബിനാ ബിതഅ്വീലി, യൂസുഫ് നബിയേ ഇതിന്റെ വ്യാഖ്യാനം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ. ഇന്നാ നറാക മിനൽ മുഹ്സിനീൻ, നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് നിങ്ങളുടെ മുഖശ്രീ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. ജയിലിൽ കഴിയുമ്പോൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. ജയില് അങ്ങനെയാണ്. ദുന്യാവിലാണെങ്കിലും അല്ല എന്ന് തോന്നിപ്പോകും. ഒരു കവിയുടെ ഒരു മനോഹരമായൊരു കവിതയുണ്ട്. ഖറജ്നാ മിനദ്ദുന്യാ വലസ്നാ മിൻ അഹ്ലിഹാ, ഖറജ്നാ മിനദ്ദുന്യാ വലസ്നാ മിൻ അഹ്ലിഹാ വലസ്നാ മിനൽ അംവാതി ഫീഹാ വലൽ അഹ്യാ. വീട്ടിൽ നിന്ന് ജയിലിലേക്ക് വന്നപ്പോൾ ദുന്യാവെന്ന് പോന്ന പോലെ ഞങ്ങളുടെ മരിച്ചിട്ടില്ല എന്ന ജീവിക്കുന്നുമില്ല. അങ്ങനത്തെ ഒരു ജീവിതമാണിത്. ഇദാ ജാഅന സജ്ജാനു യൗമൻ ലിഹാജത്തിൻ അജ്ബനാ വഖുൽനാ ജാഅ ഹാദാ മിനദ്ദുന്യാ. ജയിലിന്റെ ഡോർ തുറക്കുന്ന ആൾ എപ്പോഴെങ്കിലും അവിടെ വന്നാൽ ഞങ്ങൾ പറയും ദുന്യാവെന്ന് ഒരാൾ ഇതാ വന്നിരിക്കുന്നു എന്ന്. ഞങ്ങൾ ആഖിറത്തിൽ എത്തിയ പോലെ തോന്നുന്നത് ജയിലിൽ കിടക്കുമ്പോൾ. വനഫറഹു ബിർറുയാ ഫജുല്ലു ഹദീഥിനാ ഇദാ നഹ്നു അസ്ബഹ്നൽ ഹദീഥു അനിർ റുയാ. അതുകൊണ്ട് ഞങ്ങളുടെ സംസാരം അധികവും സ്വപ്നത്തെക്കുറിച്ചാണ്. ഞങ്ങൾ സ്വപ്നം കാണുകയാണ്. നേരം വെളുത്താൽ ഞങ്ങൾ കണ്ട സ്വപ്നങ്ങളാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ജയിലിൽ എങ്ങനെയാണെന്ന് ജയിലിന്റെ അനുഭവം. എല്ലാ ജയിലും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല കേട്ടാ. ജയിലുകളിൽ അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. നല്ല സൗകര്യങ്ങൾ കൊടുത്ത് കുറ്റവാളികൾക്ക് കുറ്റം ചെയ്യാൻ ഒരു സൗകര്യം എന്ന പോലെ ഇങ്ങോട്ട് വന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് തോന്നുന്ന ജയിലുകളും ഉള്ള ലോകമാണിത്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനോട് ചോദിക്കുകയാണ്, യൂസുഫ് നബിയെ എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനം? യൂസുഫ് അലൈഹി ഇസ്ലാം എന്താ പറഞ്ഞത്? മുന്തിരിയിൽ നിന്ന് മുന്തിരിച്ചാറെടുത്ത് മദ്യമുണ്ടാക്കുന്നു എന്ന് കണ്ട ആളോട് പറഞ്ഞു, നിങ്ങൾ രാജാവിൻ്റെ സേവകനായി ജോലി ചെയ്യും. രാജാവിൻ്റെ റോയൽ കുക്ക്, രാജാവിൻ്റെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളായിരിക്കും നിങ്ങൾ. മറ്റേ ആളോട് പറഞ്ഞു, നിങ്ങളെ തൂക്കിലേറ്റപ്പെടും, നിങ്ങളെ കുരിശിൽ തറക്കും, നിങ്ങളുടെ ശരീരം പക്ഷികൾ തിന്നുപോകും. അപ്പൊ മനുഷ്യൻ പറഞ്ഞു, എത്ര യൂസുഫ് നബിയെ ഞാൻ കണ്ടത് ശരിക്കും അതല്ല, വേറെന്നായിരുന്നു, ഞാൻ പറഞ്ഞപ്പോൾ അങ്ങ് മാറിപ്പോയതാ. എന്നാൽ ആ വ്യാഖ്യാനിച്ചതായിരിക്കും സംഭവിക്കട്ടോ എന്ന് പറഞ്ഞു യൂസുഫ് അലൈഹിസ്സലാം. ഉണ്ടാക്കി പറയാൻ പാടില്ല സ്വപ്നം. അത് വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ മുമ്പിലെത്തി വ്യാഖ്യാനിച്ചു കൊടുത്താൽ ആ വ്യാഖ്യാനിക്കുന്ന മനുഷ്യൻ അതാരായിരിക്കണമെന്ന് നമുക്ക് വഴിയെ പറയേണ്ടതുണ്ട്. അത്രയും തഖ്വയുള്ള പടച്ചവനെ പേടിയുള്ള ആളുകൾ അത് വ്യാഖ്യാനിക്കുമ്പോൾ ആ പറയുന്നത് പോലെ സംഭവിക്കും എന്നതിൻ്റെ പൊരുളാണ്. ഖറജ്നാ മിനദ്ദുന്യാ വലസ്നാ മിൻ അഹ്ലിഹാ വലസ്നാ മിനൽ അംവാതി ഫീഹാ വലൽ അഹ്യാ ഇദാ തഖാറബ അസ്സമാൻ. കാലം അടുത്തേക്ക് വരുമ്പോൾ, ഖിയാമത്ത് നാൾ അടുത്ത് വരുമ്പോൾ, ലം തകദ് റുയൽ മുഅ്മിനി തക്ദിബു. സത്യവിശ്വാസിയായ ആണും പെണ്ണും കാണുന്ന സ്വപ്നങ്ങൾ ഒരിക്കലും കളവാവുകയില്ല, അത് സത്യമായി പുലരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖിയാമത്ത് നാളാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കാൻ കാരണമെന്ത്? മുഅ്മിനീങ്ങൾ പ്രയാസത്തിലായിരിക്കും, പുറത്തിറങ്ങാൻ പറ്റില്ല. ഗസയിൽ നടക്കുന്നത് പോലെ പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ, ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാതെ വന്നാൽ, ജയിലിനകത്ത് കഴിയുന്ന പോലെ ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ, ദഅവത്ത് ചെയ്യണമെന്ന് നല്ലത് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ കേൾക്കാൻ ആളില്ല, ആരോടും പറയാൻ പറ്റില്ല. അങ്ങനത്തെ തിന്മകളെ സ്വീകരിക്കുകയും നന്മകളെ തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമ്പോൾ മുഅ്മിനീങ്ങളുടെ പ്രധാനപ്പെട്ട ആശ്വാസം അല്ലാഹു നൽകുന്ന സ്വപ്നങ്ങളായിരിക്കും. അത് സത്യസന്ധമായി പുലരുകയും ചെയ്യുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വരാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് എന്നറിയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ? ഫ്യൂച്ചർ അറിയാൻ ഇത് മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ്.
അതറിയാൻ ചിലർ കൈരേഖ നോക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകും. അറാഫ് എന്ന് പറയും. ജ്യോത്സ്യന്മാർ, അവർക്കാണ് കാഹിൻ എന്ന് പറയാം, അവരെടുത്ത് പോകും. അല്ലെങ്കിൽ വല്ല നക്ഷത്ര വാരഫലം, പിന്നെ രാശിയെക്കുറിച്ചുള്ള പുസ്തകങ്ങള്, മാഗസിനുകള്, ഹൊറോസ്കോപ്പ്, ആസ്ട്രോളജി, ഇതൊക്കെ വായിച്ചു നോക്കും. എന്താണ് ഈ മാസം വല്ലതും കിട്ടാനുണ്ടോ, അടുത്ത കൊല്ലം വല്ലതും സംഭവിക്കാനുണ്ടോ? ഒരു ചുക്കും സംഭവിക്കാനില്ല മുഅ്മിനെ. അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഖളാ കിടക്കുന്നത്, ഫ്യൂച്ചർ കിടക്കുന്നത്. വെറുതെ നുണ പറയും. ചിലത് ഒത്തുവരും പിശാചുക്കൾ പറഞ്ഞു കൊടുക്കുന്ന ചില വചനങ്ങളിലൂടെ. അള്ളാഹുവിൻ്റെ ഔലിയാഇന് റബ്ബ് ഇൽഹാം കൊടുക്കും, അത് വേറെയാണ്. പക്ഷെ സജ്ജനങ്ങളല്ലാത്തവരിത് പറയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ പറയുമായിരുന്നു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസദ്ദഖഹു മാ യഖൂൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗം. കൈരേഖ പറയുന്നൊരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് കൈവച്ചു കൊടുക്കുകയും എൻ്റെ ആയുസ് എത്രയാണെന്ന് നോക്കണേ എന്ന് പറയുകയോ, എൻ്റെ ഭാവി എന്താണ്, ഭൂതം എന്താണെന്ന് പറഞ്ഞു തരാമോ എന്ന് കൈനീട്ടി കൊടുക്കുകയും ആ മനുഷ്യൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത ഖുർആനിലും ദീനിലും അയാൾ അവിശ്വസിച്ചു. ഫസദ്ദഖഹു മാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി വിശ്വസിച്ചില്ല, അതാണ് ഞാൻ പറഞ്ഞ ഭാഗം, അതായിരുന്നു, തെറ്റിപ്പോയി. ഫലം യുസദ്ദിഖുഹു, ഒരാൾ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് ചെന്നു, വെറുതെ നോക്ക്, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക അയാൾക്ക് അറിവുണ്ടോ ഇല്ലേ, വെറുതെ ഒന്ന് ആ നക്ഷത്രമാരഫലം വായിച്ചു നോക്കുക, അതിലുള്ള കുഴപ്പമൊന്നുമില്ലല്ലോ, വെറുതെ ഒന്ന് കണ്ടു നോക്കുക എന്ന് വിചാരിച്ച് നിങ്ങൾ ചെയ്താൽ, ഇവിടെ കുട്ടികൾക്കൊന്നും വലിയ വിഷയമില്ലാത്ത കാര്യമാണ്. ലോകത്തെ വലിയ വലിയ ചാനലുകൾ ഈ നക്ഷത്ര വാരഫലം നമ്മുടെ നാട്ടിലടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ആധുനിക അന്ധവിശ്വാസം എന്ന് പറയും ചില ആളുകളൊക്കെ. ഏതായിരുന്നാലും ചില ആളുകൾക്ക് ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമാകാം, നമ്മളവരെ ക്രിട്ടിസൈസ് ചെയ്യല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് പാടില്ലെന്നാണ്. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങളോട് സഹായം ചോദിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും നഖമഴിഞ്ഞ് സഹായിക്കണേ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്തുള്ളിരുന്നാലോ, കുറേ സമയമല്ലേ നിങ്ങൾ ഇരിക്കുന്നത്. അങ്ങനെ പേഴ്സൊക്കെ ഒന്ന് എടുക്കാൻ, പേൻ്റൊക്കെ ഇട്ടവരാണെങ്കിലേ അതൊക്കെ എടുക്കാനുള്ള സൗകര്യത്തിനാണ്. പിന്നെ ആർക്കെങ്കിലും നേരം വൈകി എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോകാനുമാണ്. അതൊക്കെ ഈ ഇടക്കങ്ങനെ പോയിക്കോളി, എന്ത് ചെയ്യുക, ആൾക്കാർ കാണൂല. മറ്റേത് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കും മുഖത്തേക്ക്. അപ്പോൾ നമുക്ക് വലിയ ചിലവുണ്ട്. 3 ദിവസത്തെ 4 ദിവസത്തെ പരിപാടിയാണിത്. അൽഹംദുലില്ലാഹ്, മൂന്നാക്കൽ എപ്പോഴും കേൾക്കുന്നതാണ് ഇവിടുത്തെ പള്ളിയും ഇവിടുത്തെ പരിപാടികളൊക്കെ. അള്ളാഹു ഈ നാടിനെ മഹത്തുക്കളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. പടച്ച തമ്പുരാന്റെ റഹ്മത്ത് അള്ളാഹു എന്നുമെന്നും നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലും ഒക്കെ അള്ളാഹു ഇറക്കി തരട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. سورة التفان ما شاء الله. بسم الله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. നമ്മുടെ വളണ്ടിയേഴ്സ് വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, കാര്യമായിട്ട് സഹായിക്കണം. നിങ്ങൾ പറഞ്ഞാൽ മതിയോ? പോരെ, നമ്മളൊന്നും കയറ്റൂലല്ലേ. 12 ലക്ഷം വേണം ഒരു വീടുണ്ടാക്കാൻ. 2 എണ്ണം വേണമെന്നാണ് പറയുന്നത്. അതും മതിയാവൂല, 4 എണ്ണത്തോളം ആവശ്യമുണ്ട് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവർക്കാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ നമുക്കൊന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് തന്നെ ഉള്ളതാണ്. നമ്മളെ കുറ്റിക്കിടൂലേ, അതാണ് ഈ സംഭവം. അതിന് പിശുക്കണ്ട, നമുക്ക് തന്നെ എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കൊടുത്തോളി. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. ഇരിക്കി. ജസാക്കുമുല്ലാഹു ഖൈർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പ് ദഅവത്തുമായി വന്ന മഹാനായ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ നേതാവായിരുന്നു. തഫ്സീറുർ റുഅ്യ അല്ലാഹു നൽകിയൊരു വലിയ കഴിവായിരുന്നു മഹാനവറുകൾക്ക്. അതിൻ്റെ വെളിച്ചത്തിൽ മഹാനവറുകൾ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. അവർ കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് യൂസുഫ് അലൈഹിസ്സലാം പിതാവ് യാഖൂബ് നബിയോട് പറഞ്ഞതും നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും, ഖുർആനിലൂടെ ഓതാൻ കഴിയുന്നുണ്ട്. യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽഖമർ റഅയ്തുഹും ലീ സാജിദീൻ. ഉപ്പാ, ഞാൻ സ്വപ്നം കണ്ടു, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എൻ്റെ മുമ്പിൽ വന്ന് സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടു.
ലാ തഖ്സുസ് റുയാക അലാ അഹദിൻ, ഒരാളോടും പറയല്ല മോനെ നിങ്ങളുടെ ഈ സ്വപ്നം. ആര് പറഞ്ഞു? യാക്കൂബ് അലൈഹിസ്സലാം. യാക്കൂബ് അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു പേരാണ് ഇസ്രായീൽ എന്ന് പറയുന്നത് കേട്ടോ. അള്ളാഹുവിനെ അത്രമേൽ ഇബാദത്ത് ചെയ്ത ആൾ എന്ന ആ വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ വലിയ ദുൽമ് ചെയ്യുന്നൊരു രാജ്യത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടത്തിൻ്റെ പേരാണ്. പക്ഷേ അത് യാക്കൂബ് നബിൻ്റെ പേരാണ്. അത് ശരിക്ക് ഇസ്രായീൽ. അതുകൊണ്ടാണ് ഖുർആനിലൊക്കെ യാ ബനി ഇസ്രായീല, ഇസ്രായേൽ മക്കളെ എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ 12 മക്കളും അവരിലൂടെ ഫലസ്തീനിലും ലബനോനിലും ജോർഡാനിലും ഒക്കെ താമസമാക്കിയ മനുഷ്യരെ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. യാ ബനി ഇസ്രായീൽ. അവിടെ ജീവിക്കുന്ന മനുഷ്യന്മാരൊക്കെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഡിസെൻഡൻസ് ആണ്. അവിടെ നിന്ന് അവരുടെ വംശപരമ്പരയിൽ വന്നവരാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മഖാമിലേക്ക് പോകുമ്പോഴേ ഖലീലിൽ ഹിബ്രോണിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബറുള്ള ആ മഖാമുള്ള സ്ഥലത്ത് തന്നെയാണ് യാക്കൂബ് നബി ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മോൻ ഇസ്ഹാഖ് നബി അവിടെയാണുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഭാര്യ സാറ ബീവി അവിടെയാണ്. ഇസ്ഹാഖ് നബിൻ്റെ ഭാര്യ റിഫ്ഖ ബീവി അവിടെയാണ്. ഇവരൊക്കെ ഉണ്ട്. യാക്കൂബ് നബിൻ്റെ ഭാഗം അവിടെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമുണ്ട്. ഒക്കെ ഒരു പള്ളീൻ്റെ ഉള്ളിലാണ്. പക്ഷേ യാക്കൂബ് നബിൻ്റെ ഭാഗം ജൂതന്മാരുടെ കയ്യിലാണ്, അവർ വിട്ടുവരില്ല. ബാക്കി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമൊക്കെ നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റും. പക്ഷേ യാക്കൂബ് നബിൻ്റെ സിയാറത്ത് നമുക്ക് കിട്ടൂല. അത് ജൂതന്മാരുടെ സൈഡിലാണ്. അവർക്ക് അത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവരുടെ പ്രവാചക പരമ്പരയിലെ അവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിട്ടാണ് അവർ കാണുന്നത്. നമുക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് യാക്കൂബ് നബിൻ്റെ പേരാണത്. ഖുർആനിലൊക്കെ പറയുമ്പോഴേ പറയുന്ന നാടിൻ്റെ പേരിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. യാ ബനി ഇസ്രായീല. അപ്പം അങ്ങനെ വെറുതെ കുട്ടികൾ എന്താ അപ്പം അങ്ങനെ ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ച് തന്നെ ഖുർആൻ പറഞ്ഞത് അങ്ങനെ ചോദിക്കുന്ന വിവരമില്ലാത്തവരുണ്ട്. അതല്ലത് യാക്കൂബ് നബിൻ്റെ മക്കളെ എന്നാണ് പറയുന്നത് അലൈഹിസ്സലാം. യാക്കൂബ് നബി അലൈഹിസ്സലാം മകൻ യൂസുഫ് അലൈഹിസ്സലാമിനോട് പറയുകയായിരുന്നു, മോനെ ഈ സ്വപ്നം ആരോടും പറയണ്ട. ആ സ്വപ്നം പിന്നെ പുലർന്നത് 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ്. യൂസുഫ് അലൈഹിസ്സലാം സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴേ വാപ്പ യാക്കൂബ് നബി അലൈഹിസ്സലാം എന്ന് കരഞ്ഞ് കരഞ്ഞ് മകൻ നഷ്ടപ്പെട്ട സങ്കടത്തിൽ കരഞ്ഞ് 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 കണ്ണിൻ്റെ കാഴ്ച പോയിരുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖമീസ് കൊണ്ടുപോയി മുഖത്തിട്ടപ്പോഴാണ് വാപ്പയുടെ കണ്ണ് ഫർത്തദ്ദ ബസീറാ. ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടില്ല യാക്കൂബ് നബിക്ക് കണ്ണ് കാഴ്ച തിരിച്ചു കിട്ടാൻ. യൂസുഫ് അലൈഹി ഇസ്ലാമിൻ്റെ ഡ്രസ്സ് കൊണ്ടുപോയി വെച്ചതാ മുഖത്ത്. മഹാന്മാരുടെ ആധാറുകൾ അവരുമായി ബന്ധപ്പെട്ടതിന് പുണ്യമുണ്ടെന്നും ബറക്കത്തുണ്ടെന്നും വിശുദ്ധ ഖുർആൻ സ്ഥാപിക്കുകയാണ്. യാക്കൂബ് നബിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടിയത് സർജറി ചെയ്തിട്ടല്ല. എങ്ങനെയാ? യൂസുഫ് നബി എന്ന സ്വന്തം മകൻ നബിയാണ്. വാപ്പാക്ക് കണ്ണിന്റെ വാപ്പ നബിയാണ്. ആ കാഴ്ച കിട്ടാൻ വാപ്പാന്റെ കുപ്പായിട്ട് വെക്കാനല്ല ഖുർആൻ പറഞ്ഞു. മോൻ യൂസുഫ് നബിയുടെ കുപ്പായം കൊണ്ടുപോയി വാപ്പാന്റെ മുഖത്ത് വെച്ചു കൊടുക്കുന്നു. കാഴ്ച കിട്ടി. അങ്ങനെ കൻആനിൽ നിന്ന് ഈജിപ്തിലേക്ക് സീനാ മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്തു. ഉമ്മ റാഹിൽ ബീവിയുണ്ട്. ബിന്യാമീൻ എന്നവരുടെയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഉമ്മയാണ് റാഹിൽ ബീവി. പിന്നെ ബാക്കി 10 ജ്യേഷ്ഠന്മാർ, അവരുടെ ഉമ്മ വേറൊരു ഉമ്മയാണ്, പേരെനിക്ക് ഓർമ്മയില്ല. റാഹിൽ എന്നാണ് യൂസുഫ് നബിൻ്റെ ഉമ്മാൻ്റെ പേര്. ആ റാഹിൽ ബീവിയെയാണ് ഇംഗ്ലീഷുകാരൻ റൈച്ചൽ എന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഒരുപാട് റൈച്ചൽമാരുണ്ട് ഇംഗ്ലീഷിൽ. റൈച്ചൽ പെൺകുട്ടി കിടുന്ന പേരാണ്. ഇംഗ്ലീഷുകാരൊക്കെ ക്രിസ്ത്യൻസൊക്കെ ഇടുന്ന പേരാണ് റൈച്ചൽ. അതാരാ? യൂസുഫ് നബിൻ്റെ ഉമ്മാൻ്റെ പേരാണ് റാഹിൽ. അവരാണ് റൈച്ചൽ. റിഫ്ഖ ബീവി എന്ന് പറയുന്നതാണ് റബേക്ക. യാക്കൂബ് നബിൻ്റെ ഭാര്യയാണ് റിഫ്ഖ ബീവി. അത് ഇംഗ്ലീഷുകാരൻ പറഞ്ഞപ്പോൾ റബേക്ക എന്നായിപ്പോയി. അപ്പോൾ റബേക്ക എന്ന് പറയും. കുറേ ആൾക്കാരുണ്ട് റബേക്കമാർ. കുട്ടികൾക്ക് പേരിടും. വാപ്പയും ഉമ്മയും 11 സഹോദരങ്ങളും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് സ്വന്തം ജ്യേഷ്ഠന്മാരോട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മാ ഫഅൽതും ബി യൂസുഫ വഅഖീ, യൂസുഫ് നബിയോടും അവരുടെ അനുജനായ ബിന്യാമീനോടും നിങ്ങൾ കാണിച്ചു കൂട്ടിയ ക്രൂരതകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? യൂസുഫോ മരിച്ചുപോയില്ലേ? അന യൂസുഫു വഹാദാ അഖീ, ഞാനാണ് യൂസുഫ്, ഇതെന്റെ സഹോദരൻ ബിന്യാമീനാണ് എന്ന് പറഞ്ഞ് യൂസുഫ് അലൈഹിസ്സലാമാണ് എന്നവർക്ക് ബോധിച്ചപ്പോൾ എല്ലാവരും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ ആദര സൂചകമായി സുജൂദിൽ വീണിട്ടുണ്ട്. അന്ന് അവരുടെ ശരീഅത്തിൽ അത് ചെയ്യാമായിരുന്നു. നമുക്ക് പറ്റൂല. നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ആ ഒരു സംഭവം നടക്കുന്നത് കൊച്ചുനാളിൽ യൂസുഫ് അലൈഹിസ്സലാം കണ്ട 11 നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും എൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു എന്ന സ്വപ്നം. 11 നക്ഷത്രങ്ങൾ, 11 സഹോദരങ്ങൾ. സൂര്യൻ ഉപ്പയാണ്, ചന്ദ്രൻ ഉമ്മയാണ്. അവർ സുജൂദ് ചെയ്യുന്നത് തന്നെ സംഭവിച്ചു 40 കൊല്ലങ്ങൾക്ക് ശേഷം. അപ്പൊ മഹാന്മാർ പറയാണ്, ചില സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ സംഭവിക്കാൻ മാക്സിമം എടുക്കുന്ന സമയം 40 കൊല്ലമാണ് എന്ന് ഈ സംഭവത്തെ ആസ്പദപ്പെടുത്തി പറഞ്ഞവരുണ്ട്. ഹദീസിൽ വന്ന വിഷയമാണത്. 40 കൊല്ലം വരെ സമയമെടുക്കും ഒരു സ്വപ്നം വ്യാഖ്യാനം സംഭവിക്കാൻ. കണ്ട സ്വപ്നത്തിന്റെ
വ്യാഖ്യാനം സംഭവിക്കാൻ 40 കൊല്ലം വരെ എടുത്തെന്ന് വരും. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അങ്ങനെ അല്ല, 50ഉം 70ഉം കൊല്ലങ്ങൾ എന്ന അഭിപ്രായങ്ങളും അവിടെ സ്വഹാബിമാരുടെ വചനങ്ങളിൽ മുഅത്തയിൽ ഇമാം മാലിക് എന്നിവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അത് ഒരു പക്ഷേ അങ്ങനെ 40-ലേറെയും സംഭവിക്കാം എന്ന് പറയുന്ന പണ്ഡിതർക്കുള്ള തെളിവുമാണ്. സയ്യിദുനാ യൂസുഫ് അലൈഹിസ്സലാം, മഹാനായ അല്ലാഹുവിൻ്റെ പ്രവാചകർ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം അവസാന നാളിൽ അല്ലാഹുവിനോട് നന്ദി പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അല്ലാഹുവേ റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക് വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് തവഫനി മുസ്ലിമാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. രാജാവാണ്, ഇനി എന്താ വേണ്ടത്? തറവാട് യാക്കൂബ് നബിയുടെ തറവാട്, യൂസുഫ് നബിയുടെ വാപ്പ നബിയാണ്, വല്ലിപ്പ നബിയാണ്, വല്ലിപ്പയുടെ ഉപ്പയും നബിയാണ്. യൂസുഫിന്റെ ഉപ്പ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം നബി, അവരുടെ ഉപ്പ ഇസ്ഹാഖ് നബി നബിയാണ്, അവരുടെ വാപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നബിയാണ്. അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ഇബ്നു യാക്കൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ലോകത്തെ ഏറ്റവും വലിയ മാന്യനും മഹോന്നതനുമായ ഒരാളെ ഉള്ളൂ, അത് യൂസുഫ് നബിയാണ്. അവരുടെ വാപ്പ നബിയാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം, അവരുടെ വാപ്പ യൂസുഫ് നബിയുടെ വാപ്പ യാക്കൂബ് അലൈഹിസ്സലാം, അവരുടെ ഉപ്പ ഇസ്ഹാഖ് നബി, അവരുടെ ഉപ്പ ഇബ്രാഹിം ഖലീലുർ റഹ്മാൻ അലൈഹിമുസ്സലാം. എല്ലാവരും പ്രവാചകന്മാർ. രാജാധികാരവും കൂടെ അല്ലാഹു നൽകിയപ്പോഴേ യൂസുഫ് നബി പറയുന്ന വാക്കെന്താണ്? റബ്ബി ഖദ് ആതൈതനീ മിനൽ മുൽക്ക്. പൈസ കയ്യിൽ കിട്ടുമ്പോൾ അല്ലാഹുവിനെ മറന്നു പോകുന്നവരെ, പൈസ ഉണ്ടാകുമ്പോൾ, വിദ്യാഭ്യാസം ഉണ്ടാകുമ്പോൾ ശൂന്യാവാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്നവരെ, അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇപ്പം പിന്നെ നമുക്ക് ഈ പള്ളി ശരിയാവില്ല, നമുക്ക് മറ്റേ മലയാളത്തിൽ പറഞ്ഞിടത്തൊക്കെ പോയാൽ ശരിയാവുള്ളൂ. ചില ആളുകൾ അങ്ങനെ മാറുകയാണ്, ഓട്ടോമാറ്റിക്കലി അവർ ചിന്തിക്കുകയാണ്, നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമല്ലോ. ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, നമ്മളത് കൈകടത്തില്ല. പക്ഷേ ചില തീരുമാനങ്ങൾ എടുക്കുന്നിടത്ത് വരുന്ന പാകപ്പിഴവുകളെ ശ്രദ്ധിക്കണമെന്ന് പറയാം. പൈസ കിട്ടുമ്പോൾ ഒരവസ്ഥയും അത് കഴിഞ്ഞാൽ മറ്റൊരവസ്ഥയും അങ്ങനെ ആവരുത്. ചില നിസ്കാരം നടത്തി വെക്കും, പിന്നെ ഫുള്ള് കുടിയന്മാരായിരിക്കും. സമ്പത്തും ദീനും ഒരുമിച്ചുണ്ടാകുന്നത് വലിയൊരു സൗഭാഗ്യമല്ലേ? എത്ര ആളുകളുണ്ട് അങ്ങനെ? പൈസ ഉണ്ട്, അപ്പോൾ കുടി തുടങ്ങി, നല്ല മോനായിരുന്നു, അപ്പോൾ ഫുള്ള് കുടി നിർത്തി വലിയ, അതിനപ്പുറത്തേക്ക് ഇഞ്ചക്ഷനും മയക്കുമരുന്നിൻ്റെ അടിമയാണ്. അങ്ങനെയൊക്കെ എത്ര മക്കളുണ്ട് റബ്ബേ നമ്മുടെ ഉമ്മത്തിൽ. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ, അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ, പടച്ചതമ്പുരാൻ ബോധം കൊടുക്കട്ടെ. അള്ളാഹു ആ മക്കളെയൊക്കെ നമുക്ക് ദീനിന് തിരിച്ചു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അധികാരം നൽകി റബ്ബേ, അധികാരം നൽകി. തറവാടുള്ള കുടുംബത്തിലാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. വഅല്ലംതനീ മിൻ തഅ്വീലിൽ അഹാദീസ്. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനവും നീ എനിക്ക് പഠിപ്പിച്ചു തന്നുവല്ലോ റബ്ബേ. യൂസുഫ് നബി പറയട്ടോ, അവസാനത്തെ ദുആയാണ് ഫാത്തിറസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളെ ഒരാളും ചെയ്തു വെച്ച ഒരു ഉദാഹരണം കണ്ടുകൊണ്ടല്ലാതെ ഇല്ല.